രാവിലെ തന്നെ ഞങ്ങളിത് അമ്പലത്തിലേക്ക് പോവാണ്. ഇത് പേരൂർക്കാവാണ്. അമ്മയുടെ വീടാണ് പേരൂരുള്ള. അപ്പോൾ രാവിലെ അവിടെ ഒന്ന് പോയി തൊഴുതേക്കാന്ന് കരുതി. മീനഭരണിയല്ലേ, അപ്പം അവിടുത്തെ ഉത്സവം ആ ടൈമിലാണ്. അപ്പം അങ്ങോട്ടേക്ക് പോയപ്പോൾ കണ്ട കാഴ്ചകളൊക്കെയാണ്. ഇത് കണ്ടോ, തേര് പോലത്തെ സാധനങ്ങളൊക്കെ രാവിലെ ഏറ്റവും കൂടുതൽ ഓരോരോ വഴിപാടും കാര്യങ്ങളൊക്കെ ഉള്ളത് രാവിലെ തൊട്ടിട്ടേ തുടങ്ങുവേ. അപ്പം അതൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി പോയതാണ്. പക്ഷെ പലതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നത് അവിടെ ചുറ്റുമൊക്കെ നടന്ന് വീഡിയോ ഒക്കെ എടുത്തായിട്ടോ നല്ല രസമായിരുന്നു. അവിടെ പോയപ്പം അമ്മയുടെ വീട് പേരിലാണ്. അപ്പം ഒന്ന് പോയി തൊഴണമെന്നൊക്കെ തോന്നി, അങ്ങനെ പെട്ടെന്ന് തോന്നി പോയതാട്ടോ. പിന്നെ അതേ നമ്മുടെ അമ്പലത്തിലേക്ക് വന്ന് നമുക്ക് പൊങ്കാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പൊങ്കാലയൊക്കെ ഇട്ട് ഇതേണ്ട കുടം വരാൻ സമയം കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. പല കളറിലുള്ള കുടങ്ങൾ, ഇങ്ങനത്തെ ടൈപ്പ് കുടം ആദ്യമായിട്ടാണ് നമ്മുടെ ഇവിടെ. അപ്പം നല്ല രസമായിരുന്നു. അടിപൊളി പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മീനഭരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് പൊളിച്ച് ഞങ്ങൾ. നല്ല രസമായിരുന്നു. ആ രസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര രസമാണ്. വർഷത്തിലൊന്ന് കവല ആഘോഷിക്കാൻ കിട്ടുന്നതും നാടുണർന്നൊരു സംഭവം തന്നെയാണ് ഞങ്ങൾക്ക് മീനഭരണി എന്ന് പറയുന്നത്. 2 ദിവസമേ ഉള്ളെങ്കിൽ കൂടിയും ഭയങ്കര നല്ല ഇതാട്ടോ. അതങ്ങനെയാണ്. നമ്മൾ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ അമ്പലത്തിൽ പാട്ടും അതുപോലെ തന്നെ അവിടെ നിന്നായിരിക്കും ഊണും കാര്യങ്ങളൊക്കെ. നല്ല രസമാട്ടോ. പ്രത്യേക ടേസ്റ്റ് അമ്പലത്തിൽ കിട്ടുന്ന ഫുഡിനും അതുപോലെ തന്നെ ഓരോരോ പരിപാടികൾ തുടങ്ങുമ്പോൾ ടൈമിൽ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെയാണ് നമുക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം. പിന്നെ ചിന്തിക്കട ഇതുപോലെ കുടം നല്ല രസമായിരുന്നു കേട്ടോ. കുടമായിരുന്നു അടിപൊളിയായിരുന്നു ഇത്തവണത്തെ. പല കളറും ഭയങ്കര വലുപ്പമുള്ള കുടങ്ങളൊക്കെ. നേരത്തേക്ക് ചുമ്മാ ചെറിയ ചെറിയ പേപ്പർ കൊണ്ടുള്ള കുടം കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ടായിരുന്നു. പിന്നെ എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഒരുപാട് നേരം അവിടെ ഇതാക്കിയില്ല. രാവിലെ തൊട്ടിട്ട് നമ്മൾ ഓരോരോ വീട്ടിലാണ്ട് ഓരോരോ ഗസ്റ്റും വരുന്ന കാരണം കുറേ പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ പുറകെയൊക്കെ നടന്ന് നമ്മൾ ഇതൊക്കെ ആയിട്ട് ഒരു സൈഡിൽ നിന്ന് കുറച്ച് നേരം കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഇത്തവണ ഭയങ്കര വെറൈറ്റി ഒക്കെ ആയിരുന്നു. നല്ല നല്ല അടിപൊളി പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ കുടമൊക്കെ കണ്ട് വലിയ കുമ്പോടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് നമ്മൾ അമ്പലത്തിലെ കലങ്കരിക്കലൊക്കെ ഉണ്ടായിരുന്നു. അതും വഴിപാടൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ മീനഭരണിയൊക്കെ ഇവിടെ കൊണ്ട് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ കുറച്ച് കസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് വൈകിട്ട് കാപ്പിയൊക്കെ കൊടുത്ത് നമ്മുടെ മെയിൻ താരം കർണച്ചൻ